ഒരു കാലത്ത് പാട്ട് കേൾക്കാനും വാർത്ത കേൾക്കാനൊക്കെ മിക്ക വീടുകളിലും ഉപയോഗിച്ചുകൊണ്ടിരുന്നായിരുന്നു ഇതുപോലത്തെ റേഡിയോ ഒക്കെ. എന്നാൽ മൊബൈൽ ഫോണിൻ്റെ ഒക്കെ വരവോടുകൂടി റേഡിയോയുടെ ഉപയോഗം കുറഞ്ഞു വന്നു. ഒരു പഴയ റേഡിയോ സ്ക്രാപ്പിൽ നിന്നും 50 രൂപയ്ക്ക് കിട്ടിയായിരുന്നു. ഇതിന്റെ റീസ്റ്റോറേഷൻ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ഈ റേഡിയോയിൽ 1.5 വോൾട്ടിന്റെ വലിയ ടൈപ്പ് ബാറ്ററിയും അല്ലെങ്കിൽ കറണ്ട് കൊടുത്ത് വർക്ക് ചെയ്യുന്ന ടൈപ്പും ആയിരുന്നു. ബാറ്ററി ഇടുന്ന അവിടുത്തെ സ്പ്രിംഗ് എല്ലാം തുരുമ്പെടുത്ത് കുളമായിരിക്കുമായിരുന്നു. ആദ്യം നമുക്ക് റേഡിയോ ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഈ റേഡിയോ വർക്ക് ചെയ്യുമെന്നറിയാൻ വേണ്ടി ഒരു ലിഥിയം ബാറ്ററി എടുത്തിട്ടുണ്ട്. ഇത് വെച്ചാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ബാറ്ററി ഇടുന്ന അവിടുത്തെ സ്പ്രിംഗ് എല്ലാം ക്ലീൻ ചെയ്ത ശേഷം അവിടെയാണ് നമ്മൾ ലിഥിയം ബാറ്ററി എന്നുള്ള വയർ കണക്ട് ചെയ്യുന്നത്. ബാറ്ററി കണക്ട് ചെയ്ത ശേഷം ഓൺ ചെയ്തപ്പോൾ സൗണ്ട് ഒന്നും ഇല്ലായിരുന്നു. ലൈറ്റ് ചെറുതായിട്ടൊന്ന് മിന്നി. ഈ റേഡിയോയുടെ വോളിയം കൺട്രോളിൽ തന്നെയാണ് ഓൺ ഓഫ് സ്വിച്ചും വരുന്നത്. അപ്പോൾ അതിൻ്റെ കംപ്ലൈൻ്റ് ആകാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി റേഡിയോ ഫുള്ളായിട്ട് നമുക്കൊന്ന് അഴിച്ചു നോക്കാം. ഒരു സ്ക്രൂ ഫുള്ളായിട്ട് തുരുമ്പെടുത്തു പോയായിരുന്നു. അത് സോൾഡറിങ്ങായും വെച്ച് ചൂടാക്കിയാണ് അഴിച്ചെടുത്തത്. ഈ റേഡിയോയുടെ ഏരിയയിലും ഒടിഞ്ഞു പോയതായിരുന്നു. അത് നമുക്ക് ചേഞ്ച് ചെയ്യണം. ഈ വോളിയം കൺട്രോളും കംപ്ലൈൻ്റ് ആയിരുന്നു. അത് നമുക്ക് മാറി വയ്ക്കാം. അതഴിക്കാൻ വേണ്ടി ഫ്രണ്ടിലത്തെ തിരിക്കണ നോബ് അഴിച്ച് മാറ്റിയ ശേഷം അതിൻ്റെ ഉള്ളിൽ നെറ്റ് പോലെയുണ്ട്. അത് ലൂസാക്കണം. ഓൺ ഓഫ് സ്വിച്ചും കൂടെ ഉള്ള മോഡൽ നേരത്തെ ഒരെണ്ണം വാങ്ങിയത് എൻ്റെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അതാണ് ഇതിലേക്ക് ഫിറ്റ് ചെയ്യുന്നത്. പഴയ വോളിയം കൺട്രോളിലെ വയറുകളെല്ലാം അഴിച്ച് മാറ്റി പുതിയതിലേക്ക് സോൾഡർ ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് ഒടിഞ്ഞു പോയ ഏരിയയിൽ മാറ്റി പുതിയത് ഫിറ്റ് ചെയ്യാം. ഈ ഏരിയയിൽ റേഡിയോയിൽ ഫിറ്റ് ചെയ്യുന്നത് ചെറിയ സ്ക്രൂവും നെറ്റും ഉപയോഗിച്ചാണ്. സ്ക്രൂ ലൂസ് ചെയ്ത് പഴയ ഏരിയയിലെ ഒടിഞ്ഞു പോയ പീസ് എടുത്തു മാറ്റിയ ശേഷം പുതിയ ഏരിയയിൽ അതിലേക്ക് ഫിറ്റ് ചെയ്യാം. ബോർഡിൽ നിന്ന് വന്ന ആൻറ്റിനയുടെ ഒരു വയറുണ്ട്. അത് ഏരിയയിലേക്ക് സോൾഡർ ചെയ്യണം. ഇനി റേഡിയോയിലേക്ക് ബാറ്ററി കണക്ട് ചെയ്തിരുന്ന വയർ കട്ട് ചെയ്യാം. ഈ വയർ കുറച്ച് നീളത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്, റേഡിയോയുടെ പുറത്തേക്ക് എടുക്കാൻ പാകത്തിന്. ഞാൻ ഈ റേഡിയോയിൽ 3.7 വോൾട്ടിൻ്റെ ലിഥിയം ബാറ്ററിയാണ് വെക്കുന്നത്. അതും ചാർജ് ചെയ്ത് ഉപയോഗിക്കാവുന്ന രീതിയിൽ. ഞാൻ 1.5 വോൾട്ടിൻ്റെ വലിയ ബാറ്ററി വെക്കുന്നില്ല. അത് 3 എണ്ണം വാങ്ങുമ്പോഴത്തന്നെ 120 രൂപയാവും. ഇതുപോലത്തെ ഒരു ലിഥിയം ബാറ്ററി വെക്കുകയാണെങ്കിൽ ഒന്ന് ചാർജ് ചെയ്താൽ കുറേ സമയം കിട്ടുകയും ചെയ്യും. ചാർജ് ചെയ്യുമ്പോൾ വീണ്ടും റീചാർജ് ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യാം. ഇതുപോലത്തെ ബാറ്ററി വെക്കുമ്പോൾ നമുക്ക് ചാർജിങ് മൊഡ്യൂളും അത്യാവശ്യമാണ്. ഇത് മേക്കർ ബസാറിൽ നിന്ന് 16 രൂപയ്ക്ക് വാങ്ങിയതായിരുന്നു. ഞാനിപ്പോൾ ഈ ചാർജിങ് മൊഡ്യൂൾ വെക്കണ ബാറ്ററിയൊക്കെ ഇടാൻ വേണ്ടിയുള്ള സ്ഥലത്ത് സൈഡിലായിട്ടാണ്. അപ്പോൾ ഷോർട്ട് ആകാതിരിക്കാൻ വേണ്ടി ചെറിയൊരു PVC പൈപ്പിൻ്റെ പീസും വെച്ച് ഒട്ടിച്ച ശേഷമാണ് അതിൽ ഫിറ്റ് ചെയ്യുന്നത്. ബാറ്ററിയുടെ പോസിറ്റീവ് നിന്ന് തന്നെ വയർ ചാർജിങ് മൊഡ്യൂളിൻ്റെ B+ കണക്ട് ചെയ്യണം. ബാറ്ററിയിൽ നിന്നുള്ള നെഗറ്റീവ് വയർ നേരെ ചാർജിങ് മൊഡ്യൂളിലെ B- കണക്ട് ചെയ്യണം. റേഡിയോയിൽ നിന്ന് തന്നെ പോസിറ്റീവിൻ്റെയും നെഗറ്റീവ് വയറുകൾ ചാർജിങ് മൊഡ്യൂളിൻ്റെ ഔട്ട് പ്ലസിലേക്കും മൈനസിലേക്കും കറക്റ്റ് മാറിപ്പോകാതെ തന്നെ കണക്ട് ചെയ്യണം. ഇതെല്ലാം കറക്റ്റായിട്ട് സോൾഡർ ചെയ്ത ശേഷം നമുക്ക് PVCയുടെ ഷീറ്റിലേക്ക് ചാർജിങ് മൊഡ്യൂളും ഒട്ടിച്ചെടുക്കാം. ബാറ്ററി നമുക്ക് സൈഡിലായിട്ട് ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചെടുത്തേക്കാം. ഇനി നമ്മുടെ റേഡിയോയുടെ ബാറ്ററി ഒന്ന് ചാർജ് ചെയ്യാം. ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി C-ടൈപ്പ് മൊബൈൽ ചാർജറാണ് ഉപയോഗിക്കുന്നത്. ബാറ്ററി ഫുൾ ചാർജ് ആയ ശേഷം ബാക്കിലത്തെ കവറിൽ അടച്ച് നമുക്കൊന്ന് ഓൺ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കോപ്പിറൈറ്റിന്റെ പ്രശ്നം വന്നുകൊണ്ടാണ് വേഗം സൗണ്ട് മ്യൂട്ടാക്കിയത്. അപ്പോൾ നമ്മുടെ റേഡിയോ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.